താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ്? ഉത്തരം ദാദാഭായ് നവറോജി. 2019 ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഉത്തരം ബ്രസീൽ. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി താരം ആരാണ്? ഉത്തരം KM ബീനാമോൾ. അടിമ കേരളത്തിൻ്റെ അദൃശ്യചരിത്രം എന്ന പ്രസിദ്ധമായ കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം വിനിൽ പോൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഗ്രാമപഞ്ചായത്താണ് 2019 മികച്ച പ്രവർത്തനത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി നേടിയത്? ഉത്തരം പാപ്പിനിശ്ശേരി. താഴെ പറയുന്നവയിൽ ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഡിസംബർ 5. ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ഏത് വർഷമാണ്? ഉത്തരം ജൂലൈ 19, 1969. താഴെ പറയുന്നവയിൽ യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ റഷ്യ. ബാപ്പു എൻ്റെ അമ്മ എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം മനു ഗാന്ധി. പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം ചൗധരി റഹ്മത്ത് അലി. അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നീ പ്രമുഖ മധ്യകാല വ്യാപാര ഗിൽഡുകളെക്കുറിച്ച് ഏത് ശാസനങ്ങളിലാണ് ആദ്യമായി പ്രതിപാദിച്ചിട്ടുള്ളത്? ഉത്തരം തരിസാപ്പള്ളി ശാസനങ്ങൾ. താഴെ പറയുന്നവരിൽ പടിഞ്ഞാറൻ ഒഡീഷയുടെ മദർ തെരേസ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം പർബതി ഗിരി. ഇന്ത്യയുടെ ആദ്യത്തെ IIT എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഖരഗ്പൂർ. ക്ഷയരോഗികൾക്ക് മാസം തോറും 500 രൂപ ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പദ്ധതിയുടെ പേര്? ഉത്തരം നിക്ഷയ് പോഷൺ യോജന. അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റായാണ് 2021 ജനുവരി 20 ജോ ബൈഡൻ അധികാരമേറ്റത്? ഉത്തരം 44. താഴെ പറയുന്നവയിൽ ഏത് വർഷമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ 100-ാം വർഷം കൊണ്ടാടിയത്? ഉത്തരം 2021 ജൂലൈ 1. പത്മവിഭൂഷൺ യാമിനി കൃഷ്ണമൂർത്തി ഏത് രംഗത്ത് പ്രശസ്തി നേടിയ വ്യക്തിത്വമാണ്? ഉത്തരം ഭരതനാട്യം. വൈ ഐ ആം എ ഹിന്ദു എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ശശി തരൂർ. ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ മുൻ വൈസ്രോയി ആയതും രണ്ടാം ലോക മഹായുദ്ധത്തിലെ നായകന്മാരിൽ ഒരാളുമായ വ്യക്തിത്വം ആരാണ്? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ യുദ്ധരക്തസാക്ഷി കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന മോയിറങ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മണിപ്പൂർ. ISROയുടെ മുൻ ചെയർമാൻമാരിൽ ഒരാൾ വളരെ പ്രശസ്തനായ കഥകളി കലാകാരനാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം ഡോക്ടർ കെ രാധാകൃഷ്ണൻ. താഴെ പറയുന്ന പ്രധാനമന്ത്രിമാരിൽ ആരുടെ സ്മാരകമാണ് ജൻ നായക് സ്ഥൽ? ഉത്തരം ചന്ദ്രശേഖർ സിംഗ്. കാവേരി നദിക്ക് കുറുകെ തിരുച്ചിറപ്പള്ളിയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഡാം ഏതാണ്? ഉത്തരം കല്ലണ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡം ശുപാർശ ചെയ്യാനായി 1999 നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഡോക്ടർ പ്രണബ് സെൻ. പായ് വഞ്ചിയിൽ തീരം തൊടാതെ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിലാഷ് ടോമി. 2019 സുൽത്താൻ അസ്ലം ഷാ അന്താരാഷ്ട്ര പുരുഷ ഹോക്കി മത്സരത്തിൽ വിജയിച്ച ടീം? ഉത്തരം ദക്ഷിണ കൊറിയ. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ഇനി പറയുന്നവയിൽ ഏതാണ് താപനിലയെ ആശ്രയിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മൊളാരിറ്റി. താഴെ പറയുന്നവയിൽ ഏതാണ് ചൂടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നത്? ഉത്തരം ലൈം സ്റ്റോൺ. ഓപ്ഷൻ സി. വിനാഗിരിയുടെ ജലീയ ലായനിയുടെ pH മൂല്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 7-ൽ കുറവ്. താഴെ തന്നിരിക്കുന്നവയിൽ ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്ന ടൈഗർ റിസർവ് ഏതാണ്? ഉത്തരം ഇന്ദ്രാവതി. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസിലെ ഓക്സിജന്റെ ഉറവിടം ഏതാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. മനുഷ്യൻ്റെ കാലിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഫിബുല. താഴെ തന്നിരിക്കുന്ന ലക്ഷണങ്ങളോട് കൂടിയ രോഗം ഏതാണ്?
ലക്ഷണങ്ങൾ ബുദ്ധിഭ്രമം, അതിസാരം, ചർമ്മവീക്കം. ഇവിടെ ഉത്തരം പെലഗ്ര. ലോകാരോഗ്യ സംഘടന കൊറോണ വൈറസ് രോഗത്തിന് COVID-19 എന്ന പേര് നൽകിയത് ഏതു ദിവസം? ഉത്തരം 2020 ഫെബ്രുവരി 11. ശബരിമല ദേവസ്വം ഗ്രൂപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം പത്തനംതിട്ട. പഞ്ചലോഹ വിഗ്രഹത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഓട്. ഫാക്ട് കഥകളി കേന്ദ്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം MKK നായർ. മഹാക്ഷേത്രങ്ങളിൽ സൂര്യപ്രകാശം ബിംബത്തിൽ പതിക്കും വിധം സൂര്യൻ ഉയരുമ്പോൾ നടത്തപ്പെടുന്ന പൂജയാണ് എത്യത്ത പൂജ. ക്ഷേത്രാചാര വിധി പ്രകാരം നടത്തപ്പെടുന്ന മുളയിടൽ കർമ്മത്തിൽ എത്ര പാലികകളിലായാണ് മുളയിടുന്നത്? ഉത്തരം 16. ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം എന്ന് വിഖ്യാതമായത്? ഉത്തരം തിരുവാർപ്പ് ക്ഷേത്രം. കൂത്തിനുപയോഗിക്കുന്ന ഗദ്യ പദ്യ സങ്കലിതങ്ങളായ കൃതികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പ്രബന്ധങ്ങൾ. ഓപ്ഷൻ എ. വൈഷ്ണവ പൂജാ പദ്ധതികളെ പ്രതിപാദിക്കുന്ന പുരാണമാണ്? ഉത്തരം വരാഹ പുരാണം. ശുക്ല യജുർവേദ ബ്രാഹ്മണം ഏത്? ഉത്തരം ശതപഥ ബ്രാഹ്മണം. വേദമന്ത്രങ്ങളിലെ പദങ്ങൾ മറിച്ചും തിരിച്ചും ചൊല്ലി ക്രമം ഉറപ്പിക്കുന്ന രീതിയാണ് ജടാപാഠം. പൂജാതി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പഞ്ചഗവ്യത്തിലെ ചാണകം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം പൃഥ്വി. ആരുടെ ഭരണകാലത്താണ് ദേവസ്വം സർക്കാർ ഏറ്റെടുത്തത്? ഉത്തരം റാണി ഗൗരി ലക്ഷ്മിഭായ്. ഹിന്ദുമത എൻഡോവ്മെന്റ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം? ഉത്തരം 1904.